Hello friends, welcome back to Pocket Vlogs. Friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടെക് അപ്ഡേറ്റ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ന്യൂസും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അത് റിയൽമിയുടെ സൈഡിൽ നിന്നാണ്. റിയൽമി ഒരു പുതിയ ഹെഡ്ഫോൺ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു വയർഡ് ഹെഡ്ഫോൺ ആണ്. റിയൽമി ബഡ്സ് ക്ലാസിക് എന്നാണ് ഇതിന്റെ പേര്. ഇതിനകത്തൊരു 14.5mm ഡ്രൈവേഴ്സ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഹെഡ്ഫോണിൽ നിന്ന് കിട്ടും. പിന്നെ ഇതൊരു ക്ലാസിക് ഡിസൈൻ ആണ്, ഇയർബഡ് ടൈപ്പ് അല്ല. അപ്പം ഇയർബഡ് ടൈപ്പ് ഹെഡ്ഫോൺ ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ ചെവിയിൽ ഇരിക്കാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെ ആയിരിക്കും. ഇതിന്റെ പ്രൈസ് വരുന്നത് 399 rupees ആണ്. അതായത് 400 രൂപ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡ്ഫോൺസ് തന്നെയായിരിക്കും. സോ ആ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾ ഹെഡ്ഫോൺ തപ്പുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഹെഡ്ഫോൺ വന്നാൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ MI, ഓപ്പോ ഈ രണ്ട് കമ്പനികളും വരും മാസങ്ങളിൽ അവരുടെ പ്രൊഡക്ഷൻ കുറയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും കമ്പോണൻസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ വെച്ച് അത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യാറ് ഫോണുകളൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും ചൈനീസ് ഗവൺമെന്റും തമ്മിലൊരു തർക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ നടുക്ക് ഇവരും പെട്ടുപോയി. അതായത് ചൈനയിൽ നിന്നും ഫോണുകളുടെ കമ്പോണൻസ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. സോ വരും മാസങ്ങളിൽ ഫോണുകൾ ലോഞ്ച് ആവും, പക്ഷേ അതിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ഷവോമിയെ അഫക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ റെഡ്മി, പോക്കോ ഡിവൈസസിന് അത് വലിയൊരു അടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഓപ്പോയെ അഫക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ OnePlus, റിയൽമി പോലുള്ള കമ്പനികൾക്കും അത് വലിയൊരു അടി തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ചൈനീസ് ഫോണുകൾക്ക് ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു അടി തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ വരും മാസങ്ങളിൽ കുറയും എന്നറിയിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ IQ എന്ന് പറഞ്ഞ കമ്പനി അവർ IQ3 എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നമ്മുടെ OnePlus 70 ഒക്കെ ചലഞ്ച് കൊടുക്കാനായിട്ട് അവർ ഇറക്കിയതാണ്. പക്ഷെ അത് പ്രതീക്ഷിച്ച ലെവലിൽ പോയില്ല. അത്യാവശ്യം നല്ലൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു ഒരു ഫോൺ. അപ്പോൾ എന്തായാലും അവരുടെ അടുത്ത ഡിവൈസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IQ5ഉം 5 Proയും വന്നിട്ടുണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സ്നാപ്ഡ്രാഗൺ 865+ പ്രോസസറിലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു മോൺസ്റ്റർ ക്യാമറയൊക്കെ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിവോ X50 Pro ഒക്കെ കണക്കത്തുള്ള ഒരു ഡിസൈൻ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട്. 43,000 രൂപയാണ് IQ5ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 5 Pro ആകുമ്പോഴത്തേക്ക് 50,000 രൂപയ്ക്ക് പുറത്ത് പോകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് OnePlus 8നും 8 Proയ്ക്കും ചലഞ്ചേഴ്സ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ OnePlusനെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തോൽപ്പിക്കാൻ ഇവർക്ക് കുറച്ച് പാടാണ്. കാരണം ആ ലെവലിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബോയ്ക്കോട്ട് ചൈനീസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ഫോണുകളും ചൈനീസ് ഡിവൈസസും ഒക്കെ ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്യുക അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ചൈനീസ് ഫോണുകളുടെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ കൂടിയെന്നല്ലാതെ വേറെ ചേഞ്ചുകളൊന്നും അതിനകത്ത് വന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, അതിന്റെ ഇടയ്ക്ക് മൈക്രോമാക്സ് നമ്മുടെ ഇന്ത്യയുടെ പണ്ടത്തെ ഒരു കിങ് ബ്രാൻഡായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനി തിരിച്ചു വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ കുറച്ച് ഫോണുകൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരുന്നു. പിന്നീട് അവരെ കണ്ടില്ല. എന്തായാലും അവരുടെ CEO ഇപ്പോൾ പുതുതായിട്ടൊരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വരുന്ന 8-9 മാസങ്ങളിൽ 20 പുതിയ മൈക്രോമാക്സ് ഫോണുകളായിരിക്കും അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ 20 പുതിയ ഫോണുകൾ കൂടെ ഇന്ത്യയിലേക്ക് മൈക്രോമാക്സിന്റെ ഭാഗത്ത് നിന്നും കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും അതിന്റെ പ്രൈസും സ്പെക്സും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഫോൺ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ എന്തായാലും ഗൈസ്, ഫോൺ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി റെഡ്മിക്കും റിയൽമിക്കും ഒക്കെ ഒരു ചലഞ്ച് കൊടുക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓപ്പോയും ഷവോമിയും അവരുടെ 2 കൺസെപ്റ്റ് ഫോൺസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ്. അണ്ടർ ഡിസ്പ്ലേ ക്യാമറ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാമറ ഡിസ്പ്ലേക്ക് അകത്തുമല്ല, പോപ്പപ്പ് ക്യാമറ അല്ല, നോച്ചിനകത്തല്ല, ഡിസ്പ്ലേക്ക് അടിയിലാണ്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് ആ ഒരു ക്യാമറ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് അവരത് ഇറക്കിയെങ്കിലും അത് റീറ്റെയിൽ ആയിട്ട് ZTE എന്ന് പറഞ്ഞ കമ്പനി ഇറക്കാൻ പോവുകയാണ്. ZTE Axon 25G എന്ന് പറഞ്ഞ ഫോണിലാണ് ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഫീച്ചർ വരാൻ പോകുന്നത്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഫോണിന്റെ ബാക്കിയുള്ള സ്പെക്സ് എന്ന്, അതുപോലെ തന്നെ ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ Realme 6 ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസമായിട്ടുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത റിയൽമി ഡിവൈസസിനുള്ള സമയമായിട്ടുണ്ട് Realme 7 സീരീസിന്. അപ്പോൾ Realme 7ഉം 7 Proയും നമുക്ക് സെപ്റ്റംബറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഫോണിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് വലിയ ലീക്കുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 5000 അല്ലെങ്കിൽ 6000 mAh ബാറ്ററി അതിലുണ്ടാകുമെന്ന് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതും എക്സാക്ട് ആയിട്ടൊരു ലീക്കും കിട്ടിയിട്ടില്ല.
വേറെ പുതിയൊരു ലീക്ക് വരുന്നത് വെച്ചാൽ റിയൽമി 8 സീരീസിനെ പറ്റിയിട്ടാണ്. ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി V5 5G എന്ന് പറഞ്ഞ ഫോണിന്റെ പിക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് റിയൽമി 8 സീരീസ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. അതിൽ യൂസ് ചെയ്തേക്കുന്ന പ്രൊസസർ Dimensity 720 ആണ്. അപ്പൊ എന്തായാലും ഗൈസ്, ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി റിയൽമി 7 ചൈനയിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു റിയൽമി V5 5G എന്ന് പറഞ്ഞ ഫോണായിരിക്കും. അപ്പൊ എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ലീക്കുകളൊന്നും കറക്റ്റ് ആയിട്ട് കൺഫേം ചെയ്യുന്ന ഒന്നും തന്നെ അതിനകത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു ലീക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പൊ റിയൽമി അവരുടെ പുതിയ 2 ഫോണുകൾ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി C12ഉം C15ഉം ആണ്. അപ്പൊ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസം അവര് C3 എന്ന് പറഞ്ഞ ഫോൺ ഇറക്കി, കഴിഞ്ഞ മാസം C11 ഇറക്കി, ഇപ്പതാ C12ഉം 15ഉം ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവർ ഈ ഒരു C സീരീസിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഈ ഒരു ഫോണിന്റെ സ്പെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു C12നകത്ത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കാണുന്നത്. C15നകത്ത് നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പെക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 6000 mAh ബാറ്ററിയാണ് 2 ഫോണിലും. മീഡിയടെക്കിന്റെ ഹീലിയോ G35 എന്ന് പറഞ്ഞ പ്രൊസസറും ഈ ഒരു ഫോണിൽ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. 720p ഡിസ്പ്ലേ ആണ് 2 ഫോണിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ C12 എന്ന് പറഞ്ഞ ഡിവൈസിന് 9000 rupees ആണ് വരുന്നത്. അതുപോലെ തന്നെ C15ന് 10,000 rupees ആണ്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രൊസസറുള്ള ഫോണുകളുണ്ട്. പക്ഷെ ഈ ഒരു ഫോൺ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ബാറ്ററിയിലാണ്. സോ അതായത് നമ്മുടെ കുറച്ചുകൂടെ മുതിർന്ന ആളുകൾ, അതായത് ഫോൺ വലുതായിട്ട് പുതിയൊരു ഫോൺ വാങ്ങുന്നവർ, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിം ഒന്നും കളിക്കേണ്ട, നല്ല ബാറ്ററി മതി എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണായിരിക്കും ഈ ഒരു C സീരീസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ 2 ഫോണുകൾ അത്തരത്തിലുള്ളവർ മാത്രം വാങ്ങാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഗെയിമിങ്ങിനായിട്ടൊന്നും ഇത് പറ്റത്തില്ല. അങ്ങനത്തുള്ള പ്രൊസസറാണ്. ഈ ഒരു ഫോണിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടെക് അപ്ഡേറ്റ് സീരീസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.